രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇന്നുണ്ടായ ഭീകരാക്രമണം. ബൈസരാനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ വരുന്നു. മരിച്ചവരിൽ ഒരാൾ കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ റാവു ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിദേശ വിനോദസഞ്ചാരികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സൈനിക വേഷത്തിലെത്തിയവർ ട്രക്കിങ്ങിന് പോയവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകരവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ലഷ്കർ എ തായ്ബയുടെ പ്രാദേശിക വിഭാഗമാണ്. ഭീകരാക്രമണത്തെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അപലപിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തെക്കുറിച്ച് NIA അന്വേഷണം നടത്തും. NIAയുടെ പ്രത്യേക സംഘം ആ സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ പോകുന്നു എന്നതാണ് നേരത്തെ NIA ആസ്ഥാനത്ത് നിന്ന് വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധി നൽകിയ വിവരം. ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് S വിജയകുമാർ ന്യൂസ് സ്റ്റുഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ ബൽറാം നെടുങ്ങാടി അല്പസമയത്തിനകം കശ്മീരിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ശ്രീനഗറിൽ നിന്ന്. അതോടൊപ്പം വിനീത വിജി NIA ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധങ്ങളുടെ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു പൂർണ്ണമായും പഹൽഗാമും സമീപ പ്രദേശങ്ങളും. ഭീകര ആക്രമണം നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സേന. തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലുള്ള കൂടിയാലോചനകൾ കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടാകണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. തിരക്കിട്ട നടപടികളിലേക്ക് കടക്കാനുള്ള സാഹചര്യവും സാധ്യതയും ഏറെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, സ്വാഭാവികമായും ഇത് രാജ്യത്തിന്റെ ഐക്യത്തിന് നേരെ ഉയർത്തിയിരിക്കുന്ന വെല്ലുവിളിയാണ്. കശ്മീരിനെ ആക്രമിച്ചതിലൂടെ അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ സ്വഭാവം അതിന് കൈവന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ അറിവും അനുവാദവും ഇല്ലാതെ ഇതുപോലൊരു സംഭവം നടക്കില്ല എന്ന് മുൻ പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണിയെ പോലുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിയിലേക്ക് അല്ലേ കാര്യങ്ങൾ ചെന്നെത്താൻ പോകുന്നത്? എങ്ങനെയാണ് ഈ നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തേണ്ടത്? GK, പാകിസ്ഥാന്റെ സഹായമില്ലാതെ ഇത്തരമൊരു ആക്രമണം ജമ്മു കാശ്മീരിൽ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, പാക് അനുകൂല സംഘടനയായിട്ടുള്ള ലഷ്കറിൻ്റെ പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള ഭീകര സംഘടന കൂടിയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഇപ്പോഴുള്ള ഒരു പേര്, പ്രാദേശിക വിഭാഗം എന്ന് വിശേഷിപ്പിക്കാം, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. അവരാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഫേസ്ബുക്കിലൂടെ ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ TRFന് ഈ പങ്ക്, നേരത്തെ ഉണ്ടായിരുന്ന ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് അങ്ങനെയുള്ള ചില ഭീകര സംഘടനകളിലെ ആളുകൾ ചേർന്നാണ് ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് രൂപീകരിച്ചിട്ടുള്ളത്. അതിന് പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ ഈ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തുടങ്ങിയ മതപരമായ ചില വാക്കുകൾ വരുന്ന അത്തരം പേരുകൾ ഉപയോഗിക്കാതെ പ്രാദേശികമായി തന്നെ പ്രാദേശികമായി ഈ മതപരമായ വാക്കുകൾ ഉപയോഗിക്കാത്ത ഒരു കൂട്ടായ്മ ഒരു സംഘടന എന്ന നിലയിലേക്ക്, ഒരു ഭീകര സംഘടന എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റുക എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നത് ഈ പാകിസ്ഥാൻ അനുകൂല, പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISIയുടെ കൂടി പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടന അവർ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തിയത്. സൈനിക വേഷത്തിലെത്തി വിനോദസഞ്ചാരികൾക്ക് നേരെ, നിരപരാധികളായ നിരായുധരായ ഈ വിനോദസഞ്ചാരികൾക്ക് നേരെ തുരുതുര വെടിയുതിർക്കുകയാണ് ഈ ഭീകരർ ചെയ്തത്. സ്ഥലമാകെ ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യവും അർദ്ധസൈനിക വിഭാഗങ്ങളുമൊക്കെ വളഞ്ഞിരിക്കുകയാണ്. ഭീകരരെ പിടികൂടാനുള്ള തെരച്ചിൽ വളരെ ശക്തമായി തന്നെ നടക്കുകയാണ്. ഏതായാലും ഇതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനുഷ്യരല്ല, മൃഗങ്ങളാണ് ഇത്തരം ആക്രമണം നടത്തിയത് എന്ന വിശേഷണമാണ് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹം ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരുമായെല്ലാം ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്, ചർച്ച നടത്തുകയാണ്. ഏതായാലും ശക്തമായ നടപടി ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജമ്മു കശ്മീരിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഭീകരവാദത്തിൻ്റെ വേരുകൾ അറുത്തുകൊണ്ട് അവിടെ സമാധാനം കൊണ്ടുവരുന്നതിനും ജനങ്ങൾക്ക് പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ, അവരെ വിനോദസഞ്ചാരത്തിലേക്ക്, മേഖലയിലേക്ക്, കാർഷിക മേഖലയിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നതിനിടെയാണ്. മാത്രമല്ല, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വിനോദസഞ്ചാരികൾ ഈ കശ്മീരിലേക്ക് പോകുന്ന ഒരു സമയം കൂടി. കാരണം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ വേനൽക്കാലമാണ്, ചൂടുകാലമാണ്. ആ ചൂടിൽ നിന്ന് രക്ഷ നേടി കശ്മീർ താഴ്വരകളിലേക്ക്, തണുപ്പിലേക്ക്
വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇതിനു പുറമെയാണ് ഈ അമർനാഥ് നിമിഷം തീർത്ഥാടനം. ദിലീപ്, ഈ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ANI തരുന്ന ഫീഡ്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അമിത്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. യോഗം ചേരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ലോകരാഷ്ട്രങ്ങൾ അപലപിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. അമിത്ഷാ, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ എന്നിവരുമായി അമിത്ഷാ കൂടിയാലോചനകൾ നടത്തുകയാണ്. അദ്ദേഹം ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചർച്ചകൾ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ANI നൽകുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം തത്സമയം. സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഭീകരവാദികൾക്ക്, ഭീകരാക്രമണം നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം ഊർജിതമാക്കിയിട്ടുണ്ട്. മേഖലയാകെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന കാര്യങ്ങളിലുള്ള ഗൗരവമേറിയ ആലോചനകളിലേക്ക് കടക്കുന്നു. NIAയുടെ പ്രത്യേക സംഘം സ്ഥലത്തേക്ക് എത്താൻ പോകുന്നു. പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിലാണുള്ളത്. അദ്ദേഹം അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്. ശക്തമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, അവരുടെ ശിക്ഷ ഉറപ്പാക്കും, നീതി ഉറപ്പാക്കും എന്നുള്ളതാണ്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറത്തു വന്നിട്ടില്ല, ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും രാജ്യം ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്. 2019 കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം ഏറെക്കുറെ സമാധാനപരമായി നീങ്ങിയിരുന്ന കശ്മീരിന്റെ ജനജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, രാജ്യത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു? ഒരു റിട്ടാലിയേഷൻ വേണം എന്നാണ് മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീ A. K. ആന്റണിയെ പോലുള്ളവർ പ്രതികരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സൈന്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള ആണ് താൻ ഇരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്.